Good morning, children. Are you fine? Take your test. Page number 131. Page number 131. Look your test. Keeping a healthy body. Keeping a healthy body. We must maintain the following habits to keep a healthy body. ഒരു ഹെൽത്തി ബോഡി നമ്മൾക്ക് ഉണ്ടായിരിക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, we should start our day with a healthy breakfast. We should start our day with a healthy breakfast. നമ്മുടെ ഡേ ആരംഭിക്കുന്നത് എങ്ങനെയായിരിക്കണം? ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയായിരിക്കണം. നല്ല എങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കേണ്ടത്? ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കേണ്ടത്. We must never skip our breakfast as it gives us the energy to work and play the whole day. We must never skip our breakfast as it gives us the energy to work and play the whole day. We must never skip our breakfast എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും ഒഴിവാക്കരുത്. As it gives us the energy to work and play the whole day. ഒരു ദിവസം മുഴുവനും നമുക്ക് കളിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനും ഒക്കെയുള്ള എനർജി തരുന്നത് ആരാണ്? ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ? അതുകൊണ്ട് ആരും ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഒഴിവാക്കരുത്. നെക്സ്റ്റ്, we should eat healthy food at proper times and drink at least 6 to 8 glasses of water every day. We should eat healthy food at proper times and drink at least 6 to 8 glasses of water every day. We should eat healthy food at proper times. നമ്മൾ കഴിക്കുന്ന ആഹാരം അത് കൃത്യസമയത്തായിരിക്കണം കഴിക്കേണ്ടത്. അത് തോന്നിയ സമയത്താണോ കഴിക്കേണ്ടത്? അല്ല. ആൻഡ് ഡ്രിങ്ക് അറ്റ് ലീസ്റ്റ് 6 to 8 glasses of water every day. കൂടാതെ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 6 to 8, 6 മുതൽ 8 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം. We must use clean plates, spoons and glasses to eat food. നമ്മൾ ആഹാരം കഴിക്കാൻ ഉപയോഗിക്കുന്ന പ്ലേറ്റ്സ്, സ്പൂണ്, ഗ്ലാസസ് ഇവയൊക്കെ ക്ലീൻ ആയിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം. We must use clean plates, spoons and glasses to eat food. Next, we should rinse our mouth every time after eating to protect the teeth from decay. We should rinse our mouth every time after eating to protect the teeth from decay. നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ മൗത്ത് വൃത്തിയാക്കണം. This helps to remove the bits of food that stick to the teeth. Toothaches are often caused by germs. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ പല്ല് പറ്റും, നമുക്ക് പല്ലുവേദന ഉണ്ടാകും. അതുപോലെ അത് ജെയിംസ് നമുക്ക് എന്ത് ചെയ്യും? പല്ലിലൊക്കെ ജെയിംസ് ഉണ്ടാകും. വിച്ച് ഗ്രോ ഓൺ ദ ഫുഡ് ടു ഫുഡ് സ്റ്റാക്ക് ബിറ്റ്വീൻ ദ ടീത്ത്. ഈ പല്ലിൻ്റെ ഇടയിൽ നമ്മുടെ ആഹാര അവശിഷ്ടങ്ങളൊക്കെ കയറിയിരുന്ന് അതിൽ ജെയിംസ് ഉണ്ടാവുകയും പല്ലുവേദന ഉണ്ടാകും, പല്ല് ദ്രവിച്ചു പോകും, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഹാരം കഴിച്ചാൽ ഉടൻ തന്നെ വായ നല്ലതുപോലെ വൃത്തിയാക്കണം. We should rinse our mouth every time after eating to protect the teeth from decay. This helps to remove the bits of food that stick to the teeth. Toothaches are often caused by germs which grow on the food stack between the teeth. Okay, മനസ്സിലായോ കുഞ്ഞുങ്ങളേത്? നെക്സ്റ്റ്, we must give our body enough rest. ഇനി നമ്മുടെ ശരീരത്തിന് നമ്മൾ റെസ്റ്റ് കൊടുക്കണം. We must give our body enough rest. ആവശ്യത്തിന് റെസ്റ്റ്, വിശ്രമം കൊടുക്കണം. We should go to bed early and sleep for 8 to 9 hours. We should go to bed early and sleep for 8 to 9 hours. നമ്മൾ നേരത്തെ കിടക്കുകയും രാവിലെ എഴുന്നേൽക്കുകയും വേണം. രാവിലെ എഴുന്നേൽക്കണം, നേരത്തെ കിടക്കണം. എല്ലാവരും TV ഒക്കെ കണ്ട് ഒരുപാട് സമയം ഇരിക്കാറുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യരുത്. നമ്മൾ രാത്രിയിൽ നേരത്തെ ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കണം. ഓക്കെ, അങ്ങനെയാണോ നിങ്ങൾ ചെയ്യാറുള്ളത്? We must give our body enough rest. We should go to bed early and sleep for 8 to 9 hours. Okay, following are some of the
എക്സസൈസ് ദാറ്റ് വി ക്യാൻ ഡു ടു സ്റ്റേ ഹെൽത്തി. ഇനി അതുപോലെ നമുക്ക് നമ്മുടെ ശരീരം ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി ചില എക്സസൈസ് ഒക്കെ ഫോളോ ചെയ്യാം. എന്തൊക്കെ എക്സസൈസ്? വാക്കിംഗ്, സ്കിപ്പിംഗ്, സ്വിമ്മിങ്, സൈക്ലിംഗ്, ഇതൊക്കെ എക്സസൈസാണ് ഇല്ലയോ? ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന എക്സസൈസാണ്. വാക്കിംഗ്, നടക്കാൻ പോകാം. സ്കിപ്പിംഗ് ചെയ്യാം. സ്വിമ്മിങ്, സൈക്ലിംഗ് അല്ലേ? ഇതുപോലുള്ളതൊക്കെ എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ശരീരം ഹെൽത്തി ആവാൻ നമ്മളെ സഹായിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ കുഞ്ഞുങ്ങളെ? എല്ലാ കുഞ്ഞുങ്ങളും നല്ലതുപോലെ ടെസ്റ്റ് ഒന്ന് വായിക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആ ചാപ്റ്റർ 6ന്റെ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചിട്ട് എനിക്ക് എല്ലാവരും ഞാൻ പറഞ്ഞത് നോട്ട്ബുക്കിൻ്റെ ലാസ്റ്റ് പേജിലോട്ട് എഴുതി ടീച്ചറിന് അയച്ചു തരണമെന്ന്. ചെയ്യാത്ത കുട്ടികൾ എല്ലാവരും നാളെ തന്നെ അത് ചെയ്തു തരണേ. ഓക്കെ ചിൽഡ്രൻ, താങ്ക്സ്.